एक सफल और स्वतंत्र जीवन में दृष्टिहीनता कोई बाधा नहीं होती, लेकिन कैसे? एनएफबी कर्नाटक की मदद से। ये आपको देता है पर्सनल असिस्टेंस और ट्रेनिंग प्रोग्राम्स, जिससे आप महसूस करेंगे एम्पावर्ड और आत्मनिर्भर। एनएफबी कर्नाटक की एड्स एंड अप्लायंसेस सर्विस आपको देती है एक उज्जवल कल के लिए आवश्यक उपकरणों तक पहुंच। इतना ही नहीं, एनएफबी कर्नाटक की ब्रेल कम टॉकिंग लाइब्रेरी है सभी के लिए सुलभ पुस्तकों का भंडार। इस टॉकिंग लाइब्रेरी के साथ जिंदगी का आनंद उठाएं। एनएफबी की इंफॉर्मेशन एंड काउंसलिंग सर्विसेज आपको देंगी सटीक जानकारी और विशेषज्ञों से मार्गदर्शन। इतना ही नहीं, एनएफबी की लीगल और सिविल एडवोकेसी सर्विस आपको रूबरू कराएगी अपने अधिकारों से एक समानतापूर्ण दृष्टिकोण से। घर बैठे पाइए जॉब ओपनिंग्स पर ऑथेंटिक जानकारी। जी हाँ, एनएफबी कर्नाटक आपको देता है एसएमएस जॉब अलर्ट सर्विस। एनएफबी कर्नाटक सही मायनों में बना है दृष्टिबाधितों की आवाज। हम आवश्यक सहायता और सुलभ पुस्तकालयों से लेकर वकालत और करियर के अवसरों तक एक अधिक समावेशी समाज बनाने के लिए समर्पित है। आज ही हमसे संपर्क करें 08023484794 पर, या फिर आप कॉल कर सकते हैं 9916368800 पर। अधिक जानकारी और सकारात्मक बदलाव का हिस्सा बनने के लिए nfbkarnatak.org पर जाएं। एनएफबी कर्नाटक, वॉइस ऑफ द विजुअली इम्पेयर्ड। എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം। बहुभाषा भारत 3.0 सहयोग से निर्माण एक सकारात्मक समाज का സ്പെക്ട്രം ദി അവയർനെസ് പ്രോജക്റ്റും റേഡിയോ ഉഡാനും തമ്മിലുള്ള സഹകരണത്തിലേക്ക് സ്വാഗതം. ഭാരതത്തിന്റെ ഷെഡ്യൂൾ ചെയ്ത പ്രാദേശിക ഭാഷകളിലെ സംഭാഷണ പരമ്പരയാണിത്. ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള രക്ഷകർത്ത അഭിഭാഷകരെയും പ്രൊഫഷണലുകളെയും ഞങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ന്യൂറോ ഡൈവേഴ്സ് അവസ്ഥകളുള്ള കുട്ടികളുടെയും വൈകല്യമുള്ളവരുടെയും കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ സമൂഹത്തിന്റെ പങ്കിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ ഒരു രക്ഷകർത്ത പിന്തുണ ഗ്രൂപ്പാണ് സ്പെക്ട്രം ദി അവയർനെസ് പ്രോജക്ട്. ഈ വർഷത്തെ ഞങ്ങളുടെ തീം ചേഞ്ചിങ് മൈൻഡ് സെറ്റ്സ്, മേക്കിംഗ് ഇൻക്ലൂഷൻ എ റിയാലിറ്റി അഥവാ മാറുന്ന ചിന്താഗതികൾ, ഉൾപ്പെടുത്തലിനെ ഒരു യാഥാർത്ഥ്യമാക്കൽ എന്നതാണ്. ഹലോ, എന്റെ പേര് നീന ഗിരീഷ്. ഒരു സ്കൂൾ ലൈബ്രറിയൻ ആയിരുന്ന ഞാൻ ഇന്നൊരു കഥാകാരി, പോഡ്കാസ്റ്റർ, അധ്യാപക പരിശീലകയാണ്. സ്പെക്ട്രം ദി അവയർനെസ് പ്രോജക്റ്റിലെ അഭിമാന അംഗവും അവബോധ അംബാസിഡറുമാണ്. പങ്കാളിത്തത്തെ ഉൾപ്പെടുത്തലിനും നാഡീവൈവിധ്യത്തിനും, അതായത് ന്യൂറോ ഡൈവേഴ്സ് വേണ്ടി വാദിക്കുന്ന രക്ഷിതാവായ ചിത്ര പോളും എന്നോടൊപ്പമുണ്ട്. അപ്പൊ നമുക്ക് ചിത്ര പോളിനെ പരിചയപ്പെടാം. ജീവിതാനുഭവങ്ങളുടെ ശക്തിയെ ശക്തമായി വിശ്വസിക്കുന്ന ഓട്ടിസ്റ്റിക് സമൂഹത്തിന്റെ സഖ്യകക്ഷി, ആശയവിനിമയ ഉൾപ്പെടുത്തലിനായുള്ള അഭിനിവേശവുമുള്ള വക്താവ്. തന്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ ഇടങ്ങളിലെ നമ്മളില്ലാതെ നമ്മളെക്കുറിച്ച് ഒന്നുമില്ല എന്ന തത്വം അവർ ശക്തമായി വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട, അതായത് വൈകല്യമുള്ളവർ, ലിംഗഭേദമില്ലാത്തവർ, സാമ്പത്തിക സ്ഥിതി വ്യക്തികളെ അവരുടെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടുത്തുന്നതിനും അവരെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു സംഘടനയായ ഓൾ ഇൻക്ലൂസീവ് ഫൗണ്ടേഷന്റെ സഹസ്ഥാപകയും ഡയറക്ടറുമാണ് അവർ. ജീവിച്ചിരിക്കുന്ന അനുഭവങ്ങളുടെ ശക്തിയിലും എല്ലാ തലങ്ങളിലും അവരെ ഉൾപ്പെടുത്തുന്നതിന്റെ ആവശ്യകതയിലും അവർ ശക്തമായി വിശ്വസിക്കുന്നു. ടോക്കിംഗ് ഫിംഗേഴ്സ്, വോയിസ് ഓഫ് ഇന്ത്യൻ നോൺ സ്പീക്കിംഗ് ഓട്ടിസ്റ്റിക് എന്ന പുസ്തകത്തിന്റെ സഹ എഡിറ്ററുമാണ് അവർ. നോൺ വെർബൽ ഓട്ടിസ്റ്റിക് ചെറുപ്പക്കാരന്റെ അമ്മയാണ്. ഇന്ത്യയിലും അന്തർദേശീയമായും സംസാരിക്കാത്തവരുടെ സമൂഹത്തിനു വേണ്ടി സ്വയം വാദിക്കുന്ന ആളാണ് ഈ മകൻ. നിലവിൽ ചിത്ര സംഭാവന ചെയ്യുന്ന റോളുകൾ അഥവാ ജോബ് റോൾസ് 2019 മുതൽ KPAMRC, KPACIDD ബാംഗ്ലൂർ, ഇന്ത്യയിൽ
കോർഡിനേറ്ററും ഫാക്കൽറ്റിയുമാണ്. കീസ്റ്റോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ അസോസിയേറ്റ് ഫാക്കൽറ്റിയും ഇവാലുവേഷൻ ടീമിലെ അംഗവുമാണ്. ഇന്ത്യ ലീഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോ ഡൈവേഴ്സിറ്റി ION. എന്നിരുന്നാലും ചിത്ര പോൾ വഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ പരിധികൾക്കിടയിലും അവർക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഈ പരിപാടിയിലേക്ക് ചിത്ര പോളിനെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം. നന്ദി നീന. അപ്പൊ നമുക്ക് സംഭാഷണം ആരംഭിക്കാം. ഇതുവരെയുള്ള നിങ്ങളുടെ യാത്രയെ കുറിച്ച് ഞങ്ങളോട് പറയാം. ഡെഫിനറ്റ് ആയിട്ടും പറയാം നീന. ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ബാക്കി ഉള്ള പേരൻസിനെ പോലെ തന്നെ 3 വയസ്സിൽ ഞങ്ങളുടെ മോന് ഓട്ടിസത്തിന്റെ ഡയഗ്നോസിസ് കിട്ടുമ്പോഴാണ്. സത്യം പറഞ്ഞ ആ ഡയഗ്നോസിസ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒരു റിലീഫായിരുന്നു, ഒരു സമാധാനമാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതുവരെ ഞങ്ങൾക്ക് പല കാര്യങ്ങളും മോൻ ബുദ്ധിമുട്ടുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാണ്ടായില്ല. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ബുദ്ധിമുട്ടുന്നത്, അവൻ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഈ ഡയഗ്നോസിസ് വന്നപ്പം ഒരു സമാധാനമായി. ഓ ശരി, ഈ ഡയഗ്നോസിസ് ഇത് കാരണമാണ് അവന് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ മുമ്പോട്ടുള്ള അടുത്ത യാത്ര എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അവനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ, അവന് കുറച്ച് കഴിവുകൾ ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി. അവൻ സംസാരശേഷി അവന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ. പക്ഷെ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവന് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു സ്കൂളിൽ പോയി ഇൻക്ലൂഷൻ ശരിക്കും അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടായി അവന്. അപ്പം അതിന്റെ ഒരു സന്തോഷവും അതിന്ന് അവന് കുറെ കാര്യങ്ങൾ നേടാനും പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു 8 വയസ്സായപ്പം സംസാരിക്കാൻ പറ്റൂലെങ്കിലും അവന് എഴുതിയും ടൈപ്പ് ചെയ്തും അവന്റെ മനസ്സിലുള്ള ചിന്തകളും കുറെ കാര്യങ്ങളും നമ്മളോട് പറയാൻ തുടങ്ങി. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു വാതിൽ തുറന്നത് നമുക്ക് വലിയൊരു അവന്റെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും വലിയൊരു മാറ്റം വന്നു അത് കാരണം. ആൻഡ് അതുവരെ അവന് എല്ലാവരും നോക്കിയിരുന്നെന്ന് പറഞ്ഞാൽ വലിയ കഴിവില്ലാത്തൊരു കുട്ടി, പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കുട്ടിയായിട്ടായിരുന്നു. പക്ഷെ ഈ കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു വാതിൽ തുറന്നതോടുകൂടി അവന് വേറൊരു കാഴ്ചപ്പാടിലായി ആൾക്കാർ നോക്കണം. അത് അങ്ങനെ പോയി അവൻ 9ാം ക്ലാസ് വരെ ഒരു റെഗുലർ സ്കൂളിൽ പഠിച്ചു. അവന്റെ കുറെ കഴിവുകൾ അവൻ തെളിയിച്ചു. ഇപ്പം അവൻ 19 വയസ്സാണ്. ആൻഡ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ അവൻ കുറെ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. കുറെ നേട്ടങ്ങളുണ്ട് അവന് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ എടുത്തു പറയണ. അവൻ പല പാനൽ ഡിസ്കഷൻസിലും ഇപ്പൊ ഈ വൈകല്യം ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ന്യൂറോ ഡൈവേർജന്റ് അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയും അവരുടെ ഓട്ടിസത്തിനെ പറ്റിയുള്ള പല ഡിസ്കഷൻ ഫോറംസിലും അവൻ പാനൽ ഡിസ്കഷൻസിൽ പാനലിസ്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവൻ നേരത്തെ നീന പറഞ്ഞ ടോക്കിംഗ് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ ഒരു സഹ ഓഥറും കൂടിയാണ്. അവനും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവൻ യൂത്ത് അംബാസിഡർ ആയിട്ടുണ്ട് 100 എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷന്. അതുപോലെ നാഷണൽ ട്രസ്റ്റിന്റെ ഓട്ടിസം കോൺക്ലേവിൽ അവന് പർപ്പിൾ അംബാസിഡർ ആയിട്ട് അവന് ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ പോളിസി ഡോക്യുമെന്റ് ആക്സസിബിലിറ്റി ഫോർ ഡിസേബിൾഡ് പീപ്പിൾ എന്നുള്ള ആ ഒരു ഡോക്യുമെന്റിന് അവന്റെ ഒപ്പീനിയൻസ്, അവന്റെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പലപ്പോഴും ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുമ്പോൾ, ഓട്ടിസത്തിനെ പറ്റി ട്രെയിൻ ചെയ്യുമ്പോൾ അവനൊരു ഫാക്കൽറ്റി, അവനൊരു ടീച്ചർ ട്രെയിനർ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഏറ്റവും അധികം ഞങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ കമ്മ്യൂണിറ്റി ഓഫ് സംസാരിക്കാൻ പറ്റാത്ത ഓട്ടിസ്റ്റിക്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അവന്റെ ശബ്ദം അവൻ യൂസ് ചെയ്യുക ബാക്കിയുള്ളവർക്കും കൂടി ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാന്ന് പറഞ്ഞാൽ അവനൊരു ചെറുപ്പക്കാരനാണ്, അവന്റെ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. അതാണ് ഞങ്ങളുടെ ഒരു ഇതുവരെയുള്ള ഒരു യാത്ര ചുരുക്കത്തിൽ പറഞ്ഞേക്കുന്നത് ഞാൻ. അതെ. അപ്പം ഒരു ഡയഗ്നോസിസ് ആയ ശേഷം
അത് കഴിഞ്ഞ് അതായത് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അതേപോലെയുള്ള മറ്റുള്ളവരുടെ സംസാരം, അതായത് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി, ആ ടൈപ്പിങ്ങും അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായി തന്നെ വന്നു. ആണ്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ വൈകല്യമുള്ള ഒരു കുട്ടിയെ ഇപ്പൊ നമ്മളെ നാട്ടിൽ വളർത്തുന്നത് ഒരുപാട് സാമ്പത്തിക വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അപ്പൊ മാതാപിതാക്കൾ നേരിടുന്ന ചില വെല്ലുവിളികളും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന മേഖലകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളോടൊപ്പം ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും നീന ചോദിച്ച ആ ഒരു ചോദ്യം വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തില് വൈകല്യങ്ങളുള്ള ഒരു കുട്ടീനെയോ ഒരു അഡൾട്ടിനെയോ വളർത്തിക്കൊണ്ടുവരാനുള്ള കുടുംബങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ പലതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജ്യത്തിൽ വലിയ സപ്പോർട്ട് സിസ്റ്റംസ് ഇല്ല. അപ്പം എന്താ പറ്റുക, അച്ഛൻ അമ്മ രണ്ടുപേരിൽ ഒരാള് ഈ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ജോലി വിടേണ്ട ഒരു സാഹചര്യം വരിക. അപ്പം ഒരാളുടെ ഇൻകം ആണ് ആ മുഴുവൻ കുടുംബത്തിനെയും നയിച്ചു കൊണ്ടുപോകണം. അപ്പൊ അത് തന്നെ അവിടെ തന്നെ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരിക കുടുംബത്തിന്. അത് കഴിഞ്ഞിട്ട് വരുന്ന അത് ഈ പുറകോട്ട് മാറുന്ന മിക്കവാറും അമ്മമാരാണ്. അപ്പം അമ്മമാരുടെ തലയിലാണ് അതിന്റെ ഒരു ചുമതല വരുന്നത്. പിന്നെ ഇപ്പം ഒരു ഓട്ടിസ്റ്റിക്കോ ഒരു ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള കുട്ടിയാവുമ്പം പല തെറപ്പീസിന് കൊണ്ടുപോകണം. ഇപ്പൊ തെറപ്പിക്ക് എല്ലാത്തിനും നല്ല ഫീസ് ഉണ്ടാവും. ചെറുപ്പത്തിൽ കുട്ടി ചെറുതായിരിക്കുമ്പോ അച്ഛനമ്മമാരോട് പറയാ ഇന്റൻസീവായിട്ട് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് കൊടുക്കണം തെറപ്പി. അപ്പം ആഴ്ചയിൽ 3, 4, 5 ദിവസങ്ങൾ തെറപ്പിക്ക് പോകുക. സ്പീച്ച് തെറപ്പി, ഓക്യുപേഷണൽ തെറപ്പി അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇതിനെല്ലാത്തിനും ഓരോന്നിനുമായിട്ട് ഫീസ് കൊടുക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുട്ടി സ്കൂളിൽ പോകുമ്പോ സ്കൂളില് ഇപ്പൊ സ്പെഷ്യൽ സ്കൂളിലാണെങ്കിലും സ്പെഷ്യൽ സ്കൂളിലും ഫീസ് നിസ്സാരമല്ല, നല്ല ഫീസാണ് സ്പെഷ്യൽ സ്കൂളില്. അത് എന്ന് പറഞ്ഞാൽ ആ ഒരു ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോയും വളരെ ചെറുതാ. എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ചിലപ്പോ ഒരു 2-3 കുട്ടികളെ മാത്രമേ നോക്കുന്നുണ്ടാവും. അപ്പം ആ ഒരു സ്പെഷ്യൽ സ്കൂളിന്റെ ഫീസ് ഭയങ്കര. പക്ഷെ നമ്മൾ സാധാരണ സ്കൂളിൽ പോയി നോക്കിയാൽ അവിടെയും അത് തന്നെയാണ്. ഗവൺമെന്റ് സ്കൂൾസിൽ പിന്നെ ഫീസ് എടുക്കൂല. പക്ഷെ പ്രൈവറ്റ് സ്കൂൾസിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈകല്യമുള്ള ഒരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഫീസ് വേറെ തന്നെ ഒരു ലെവലില. അത് കുറെ എക്സ്ട്രാ അവരെടുക്കും ആ കുട്ടീനെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ള ഇതില്. അപ്പൊ അവിടെയും ഫീസ് വരുന്നുണ്ട്. പക്ഷേ അന്ന് ആ ഫീസ് എക്സ്ട്രാ എടുത്താലും സ്കൂൾ വേറൊരു കാര്യം എന്താ നിർബന്ധമാക്കണ, ഒരു ഷാഡോ ടീച്ചർ വേണം. ആ ഷാഡോ ടീച്ചറുടെ ചെലവും അച്ഛനമ്മമാരുടെ തലയ്ക്ക്. അപ്പൊ ഇങ്ങനെ പല ചെറിയ ഓരോ തുള്ളി കൂടി 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 ഭയങ്കരമായിട്ടാണ് സാമ്പത്തിക ബാധ്യതകൾ വരുന്ന അച്ഛനമ്മമാർക്ക്. ഇത് കഴിഞ്ഞിട്ട് സ്കൂളും കോളേജും പഠനവും ഒക്കെ കഴിഞ്ഞാലും പിന്നെ ഒരു ജോലി കയറുമ്പോ എന്താ പലർക്കും സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു സ്കിൽ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ എന്താ ഒരു ജോബ് കോച്ച് വേണം കൂടെ സപ്പോർട്ട് ചെയ്യാനായി. അപ്പൊ അതിന് വേറൊരു ചെലവ്, അതും ശമ്പളം കിട്ടണ എപ്പോഴും കുറവായിരിക്കും. ഒരു വൈകല്യമുള്ള ആൾക്ക് സ്വതവേ ശമ്പളം കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ ആഡ് ഓൺ ചെയ്യുക, പിന്നെയും മുകളിലേക്ക് ആഡ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛനമ്മമാർക്കുള്ള ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പൊ അതിനു വേണ്ടി സേവ് ചെയ്യണം. അല്ലെങ്കിൽ ചിലവർക്ക് ഇപ്പം നമ്മൾ ഹൈ സപ്പോർട്ട് നീഡ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കൂടുതൽ സപ്പോർട്ട് വേണ്ടവര്, അല്ലെ വികലാംഗത കൂടുതൽ എഫക്ട് ചെയ്തേക്കുന്ന ആൾക്കാർക്ക്, അവർക്ക് ആവുമ്പം ജീവിതം മുഴുവനും അവർക്ക് സപ്പോർട്ട് വേണമെന്നല്ല. അപ്പൊ അവർക്ക് ഒരു റെസിഡൻഷ്യൽ ഇതില് പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അവിടെ വേണം. അവിടെ അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ, അതിനും ചെലവാണ്. അപ്പം ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു സാമ്പത്തിക ബാധ്യത കൂടി 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 ഇങ്ങനെ വരിക.
അതിന് എന്താ പോംവഴി എന്നുള്ളത് എന്റെ കാഴ്ചപ്പാടിൽ ഇത് കുറച്ചും കൂടി ഒന്ന് ഗവൺമെന്റ് ഇടപെട്ട് ഒന്ന് റെഗുലേഷൻ വേണം. എന്ന് പറഞ്ഞാൽ ഫീസ് ഇന്ന ഒരു റേഞ്ചിലെ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് സപ്പോർട്ട്സ് കൂട്ടണം. കാരണം ഡിസബിലിറ്റി പെൻഷൻ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ എമൗണ്ട് അത് എത്രയാണ് കൊടുക്കണമെന്നില്ല കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരി വരും. ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് രണ്ടുമാണ് എന്റെ ഇതിൽ വരുന്നത്. പിന്നെ അമ്മമാർക്ക് തിരിച്ചു ജോലി കയറാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതും ഹെൽപ്പ് ചെയ്യും, ഡെഫിനറ്റ് ആയിട്ടും ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിന് അവർക്ക് കുടുംബത്തിന് സപ്പോർട്ട്, പുറത്തുനിന്നുള്ള സപ്പോർട്ട് വേണം. അപ്പം ഇത് മാത്രമേ എന്റെ മനസ്സിൽ വരുന്നുള്ളൂ. അല്ലാതെ പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ പല ഫാമിലീസ് ആയിട്ട് സംസാരിക്കുമ്പോഴും ഞാൻ ഒരു കാര്യം കണ്ടേക്കണ, ഫാമിലീസ് വേറെ വിധത്തിൽ വഴികൾ കണ്ടുപിടിക്കും. ഇപ്പൊ അമ്മ ചിലപ്പം സ്പെഷ്യൽ എഡ്യൂക്കേറ്റഡ് ട്രെയിനിങ് എടുക്കും, അപ്പം അതിന്റെ ചെലവ് കുറയും. അമ്മ തന്നെ പഠിപ്പിക്കും. അല്ലെങ്കിൽ സ്കൂളിൽ വിടാതെ ഹോം സ്കൂളിംഗ് ചെയ്യും, വീട്ടില് വെച്ച് പഠിപ്പിക്കും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കുടുംബങ്ങള് പല വഴിയിന്ന് ഇത് മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാ പോലും നല്ല ബുദ്ധിമുട്ടാണ്. അതെ അതെ, അതില് ഇനി യാതൊരു ഇതുമില്ല. അപ്പം കുറച്ച് മാറ്റങ്ങൾ അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ സാമ്പത്തിക കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇനി അടുത്ത എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ന്യൂറോ ഡൈവേഴ്സ് അഡൽട്സ്, അതായത് നാഡീ വൈവിധ്യം ഉള്ള മുതിർന്നവർക്ക് അർത്ഥവത്തായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ, അതായത് ഇപ്പൊ സമൂഹത്തിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും അങ്ങനെ ഒരു അവസരങ്ങൾ സൃഷ്ടിക്കുന്ന വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് മാനസികാവസ്ഥ മാറ്റങ്ങൾ, അതായത് മൈൻഡ് സെറ്റ്സ് എങ്ങനെ നമ്മൾ മാറ്റിക്കൊണ്ടുവരണം? ഇതൊരു എന്താ പറഞ്ഞ ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാ ഇത് മൈൻഡ് സെറ്റ്സ്, മനുഷ്യരുടെ ചിന്തിക്കണ ആ ഒരു ഇത് മാറ്റം വരുത്തിയാലേ ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുള്ളൂ. നമ്മൾ സ്വതവേ ഇപ്പൊ പുറത്ത് നമ്മള് സമൂഹത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മള് എത്ര തന്നെ ഒരു ന്യൂറോ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഓട്ടിസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ഡൗൺ സിൻഡ്രോം ഉള്ളയോ അല്ലെങ്കിൽ ഒരു സെറിബ്രൽ പാൾസി ഉള്ള ഒരാളെ നമ്മൾ കാണുന്നില്ല, വളരെ റെയർ ആയിട്ടേ കാണുള്ളൂ. പക്ഷെ അതേസമയം നമ്മൾ എപ്പോഴും വായിക്കുന്നുണ്ട് ഓട്ടിസ്റ്റിക് കുട്ടികളുടെ എണ്ണം കൂടുണ്ട്. അപ്പം അടുത്ത ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന, അപ്പൊ ഈ കുട്ടികളെല്ലാം വലുതാവുമ്പോ എന്താ ഇവരുടെ ഓട്ടിസം മാറുകയാണോ? അല്ലെ ഇവരെ വലുതായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ വലുതാവുമ്പം പലപ്പോഴും അവർക്ക് സമൂഹത്തില് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്തു പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ബാക്കിയുള്ളവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ ടേക്ക് പാർട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരങ്ങൾ ഇല്ല. അല്ലെങ്കിൽ അവർ പോയാൽ തന്നെ ആൾക്കാർ അവരെ ഉന്തി തിരിച്ചയക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടുള്ള പരിഹാസം അല്ലെങ്കിൽ പേടിച്ചിട്ട് അടിക്കുക, ഓടിക്കുക, അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പൊ എന്താ ഇങ്ങനെ ഒരു കുട്ടിയുള്ള ഒരു അച്ഛനമ്മയ്ക്ക് ആദ്യം വരിക എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടീനെ എനിക്ക് എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണം, രക്ഷിക്കണം, ഇതൊന്നും അവൻ അനുഭവിക്കണ്ട അല്ലെ അവൾ അനുഭവിക്കണ്ടെന്നല്ലേ. അപ്പൊ നമ്മള് വീട്ടിൽ വെക്കുക, വീട്ടിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ വീട് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, ആരും ഉപദ്രവിക്കൂല ഇവിടെ വന്നിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കാണാത്ത. പക്ഷെ ഇത് മാറണം എന്ന് പറഞ്ഞാൽ നമ്മള് ഇംഗ്ലീഷിലൊരു ഇതുണ്ട്, ഔട്ട് ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് മൈൻഡ്. കാണാതെ ഇരിക്കുമ്പോ നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനത്തെ ആൾക്കാർ ഇല്ലാന്നാ. പക്ഷെ അത് മാറണമെങ്കിൽ ചിന്താഗതികൾ മാറണം. ചെറിയ കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാം. ഇപ്പം പലരും നമ്മളെല്ലാരും താമസിക്കുന്ന ഒന്നില്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു കുറെ വീടുകളുടെ ഒരു കമ്മ്യൂണിറ്റിയിലായിരിക്കും. അപ്പം നമ്മള് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുമ്പം അവർക്ക് വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അല്ലെ അവർക്ക് അതിന്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു അവസരം കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഒരാളുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരോടൊന്ന് പരിചയപ്പെടാൻ നോക്കുക. അവരും മനുഷ്യര് തന്നെയാണ് നമ്മളെ പോലെ, അവർക്കും ഉണ്ട് നമ്മളെ പോലെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയിട്ട് അവരെ നമ്മൾ ചെറിയ ചെറിയ അവസരങ്ങൾ മതി. അല്ലാതെ വലിയ ഇപ്പൊ അവരെ
സപ്പോർട്ട് ചെയ്യാൻ സ്കൂളിൽ പോയിരിക്കണം, അങ്ങനെയൊന്നുമല്ല. ചെറിയ അല്ലെങ്കിൽ അവരുടെ അമ്മ അച്ഛന്മാരെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പലപ്പോഴും ആ ഒരു സ്റ്റെപ്പാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് ഈ വൈകല്യമുള്ളവരുടെ അവസരം വരുള്ളൂ. ചെറിയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ നമ്മളിപ്പോ ഒരാള് പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സമൂഹത്തിൽ കാണുകയാണ്, നമുക്ക് തോന്നുക ഓക്കെ ഇത് ഈ ആള് ന്യൂറോ ഡൈവേഴ്സ് ആണ്, ഇപ്പൊ കുറച്ച് പ്രത്യേകതകൾ കാണുന്നുണ്ട്, അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടോ എന്തെങ്കിലും നമുക്ക് തോന്നിപ്പോകുക, ഓ ഈ ആൾക്ക് എന്തോ ഒരു ആവശ്യം ഉള്ള പോലെ ഉണ്ട്, നമ്മള് അവരോട് നമുക്ക് പോയി ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ എന്നുള്ളത്. അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ചോദിക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഇങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് നമുക്ക് പറയാം തുറന്ന്, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണം എന്നുണ്ടെങ്കിൽ എന്നോട് എപ്പോ വേണമെങ്കിലും ചോദിക്കാം. ആ ഒരു ചെറിയ ഒരു വാക്ക് സഹായിക്കാൻ എപ്പോഴും നമ്മൾ റെഡിയാണ്. നിങ്ങൾ ചോദിക്കേണ്ട കുറവ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഇത് നമ്മൾ കൺവേ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഡിഫറൻസ് വരും എന്ന് പറഞ്ഞാൽ അപ്പൊ അവർക്കും തോന്നുമോ നമുക്കും ഒരാളോട് ചോദിക്കാനുണ്ട് സഹായം. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബാക്കിയുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യണ പോലെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അപ്പം നമ്മൾ ചെയ്യണ കണ്ട് ബാക്കിയുള്ളവരും അത് തുടർത്തും. ഇത് ഞാൻ കുറച്ച് പുറകോട്ട് പോകുകയാണ്, എന്റെ മോൻ സ്കൂളിൽ വെച്ചിട്ടും കൂടി ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അവനോട് പെരുമാറുന്ന കണ്ടിട്ടാണ് ബാക്കി കുട്ടികൾ പഠിക്കുന്നത്, അല്ലെ ഒരു ടീച്ചർ പെരുമാറുന്ന കണ്ടിട്ടാണ് ബാക്കി കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ ഒരാള് ഒന്ന് മനസ്സ് മാറി ചിന്തിച്ച് ഒന്ന് പ്രവർത്തിച്ചാൽ മതി, ബാക്കിയുള്ളവരെ എവിടെയെങ്കിലും ഒക്കെ തുമ്പ് പിടിച്ചങ്ങ് കയറും. അത് ശരിയാ. അപ്പം ഇപ്പൊ നമ്മള് ഈ സംസാരിച്ചത് ഒരുപാട് പേരൻസിന് ഉപകാരമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഓൾ ഇൻക്ലൂസീവ് ഫൗണ്ടേഷന്റെ സ്ഥാപകയാകാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ആ ഒരു എന്താ പറയണേ ഇൻസ്പയറിംഗ് അല്ലെങ്കിൽ മാനസിക അവസ്ഥ അല്ലെ വന്ന മാറ്റം എന്താണ്? ഇത് എനിക്ക് ഇതിന്റെ ശരിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോൻ സ്കൂളിൽ അനുഭവിച്ച ആ ഒരു ഇൻക്ലൂഷന്റെ ഒരു അനുഭൂതിയാണ് എനിക്ക് ഇതിന് തുടർച്ച. പിന്നെ ഞാൻ എന്റെ ബാക്കി 3 കോ ഫൗണ്ടേഴ്സിനെ എനിക്ക് പരിചയപ്പെട്ടു. അപ്പൊ എനിക്ക് തോന്നി ഞങ്ങൾ 4 പേരും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ഓർഗനൈസേഷന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ വൈകല്യം ഉള്ള ആളുടെ കൂടെ മാത്രമല്ല നമ്മൾ വർക്ക് ചെയ്യണം. നമ്മള് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ തന്നെ നമ്മള് ഈ എൻവയൺമെന്റ്സിന് എന്താ പറയാ ചുറ്റുപാടിൽ തന്നെ നമ്മൾ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാണ് നോക്കണം. അപ്പൊ ചുറ്റുപാടിൽ ഏറ്റവും വലിയ മാറ്റം സൃഷ്ടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മനസ്സുകളിലാണ്. അപ്പൊ അതാണ് നമ്മുടെ ഉദ്ദേശം. ഈ ഓർഗനൈസേഷന്റെ ആ ഒരു വിഷനും മിഷനും ഒക്കെ അതാണ്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് തുടങ്ങിയത്. ഇതിന്റെ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് പ്രൈമറിലി എന്റെ മോന്റെ സ്കൂൾ എക്സ്പീരിയൻസ് വെച്ചിട്ടാന്ന് പറഞ്ഞാൽ ഈ ചുറ്റുപാടിലുള്ള മനുഷ്യര് വിചാരിച്ച അപ്പൊ ആ ഒരു ഇതിന്നാണ് ഇത് തുടങ്ങിയത്. പിന്നെ നമ്മൾ ഓർഗനൈസേഷനിലാണെങ്കിലും നമ്മള് നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ചെറിയ കുട്ടികളുടെ മാത്രമല്ല, ഇതൊരു ജീവിതം മുഴുവനും നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യണേ ചെറിയ കുട്ടികളെ മാത്രമല്ല എല്ലാ ഇതിലും അത് സപ്പോർട്ട് ചെയ്യണം, അത് മറക്കാതെ ഇരിക്കുക എന്നുള്ള. അപ്പൊ നമ്മള് പിന്നെ അവരുടെ എന്താ പറയാ അവരുടെ ജീവിതാനുഭവങ്ങള് ഇന്ന് അവര് പറയാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഒരു കോർ ബിലീഫ് ആൻഡ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് ശരി. അപ്പം സമൂഹത്തിനോട് എന്താണ് ഒരു സന്ദേശം കൊടുക്കാനുള്ളത്? സമൂഹത്തിനോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമം മൊത്തം വേണം ഒരു കൊച്ചിനെ വളർത്തിക്കൊണ്ടുവരാൻ. പക്ഷെ ഒരു വൈകല്യമുള്ള ആളെ വിചാരിക്കുമ്പോൾ നമുക്ക് മുഴുവനും സമൂഹത്തിന്റെ തന്നെ ആവശ്യമുണ്ട്, സഹായത്തിന്റെ ആവശ്യമുണ്ട്. ആൻഡ് ആ ഒരു സഹായമാണ്
പലപ്പോഴും ഈ ഒരു വൈകല്യമുള്ള ഒരു മനുഷ്യനോ സ്ത്രീയുടെയോ ജീവിതം കുറച്ചും കൂടി നിറഞ്ഞു നിൽക്കാനുള്ള ഒരു അവസരം ഒരുക്കണം. അല്ലെങ്കിൽ എന്താ, അവര് ഒറ്റപ്പെട്ടു പോകുക, അവരെ മറന്നു കളയാണ്, സമൂഹം തന്നെ മറന്നു കളയുക. അപ്പൊ സമൂഹത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്കും നമ്മളെപ്പോലെ തന്നെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, പലപ്പോഴും നമ്മൾ വിചാരിക്കും വൈകല്യം എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ഇഷ്യൂ ആണ്, നമ്മുടെ അല്ല. പക്ഷെ അതല്ല. സത്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്നേം ഒരു ഡിസേബിൾഡ് ആയിട്ടാണ് ഈ ലോകത്തിലേക്ക്. നമ്മള് മരിക്കണേക്കാട്ട് മുമ്പേ എന്തായാലും എല്ലാവരും വൈകല്യം എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് അനുഭവിക്കും. അപ്പൊ നമ്മള് ഈ വൈകല്യം ഉള്ളവരെ സപ്പോർട്ട് ചെയ്യുമ്പോ നമ്മൾ നമ്മളെ തന്നെയാണ് സപ്പോർട്ട് ഉണ്ടാക്കണം. അപ്പൊ അത് ഒരിക്കലും മറക്കരുത് എന്നുള്ള ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഒരുപാട് നന്ദി, നിങ്ങളുടെ അറിവും അനുഭവവും ഉൾക്കാഴ്ചയും എന്നിവ ഞങ്ങളുമായി പങ്കിട്ടതിന്. അതുപോലെ ഈ സമൂഹത്തിൽ ഇടനീളെ ഉള്ള മാതാപിതാക്കൾക്കും കെയർ ഗീവേഴ്സിനും വലിയ സഹായമായിരിക്കും ഈ ഒരു ചർച്ച. ഒരുപാട് നന്ദി. താങ്ക് യു നീന, എനിക്ക് ഈ അവസരം തന്നതിനും സ്പെക്ട്രം ഓട്ടിസത്തിനും എനിക്ക് വന്ന് സംസാരിക്കാൻ കിട്ടിയ അവസരത്തിനും വളരെ നന്ദി. ഒരുപാട്. പിന്നെ ഈ പരിപാടിയെ പിന്തുണച്ചതിനും കേട്ടതിനും നമ്മുടെ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. ഈ സന്ദേശം ദൂരവ്യാപകമായി പ്രചരിപ്പിക്കുന്നതിന് ഞങ്ങളുമായി സഹകരിച്ച റേഡിയോ ഉഡാനിലെ ശ്രീ ദാനിഷ് മഹാജനും അദ്ദേഹത്തിന്റെ ടീമിനും അഭിനന്ദനവും നന്ദിയും അറിയിച്ചുകൊള്ളു. ചേഞ്ചിങ് മൈൻഡ് സെറ്റ്, മാറുന്ന ചിന്താഗതികൾ, ഈ തീം ഒരു നാഴികക്കല്ലായി മാറട്ടെ എന്ന ശുഭവിശ്വാസത്തോടെ സൈൻ ഓഫ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. बड़ी खुश दिख रही हो। एक्चुअली बड़े अरसे से सुधा मूर्ति की एक ऑडियो बुक ढूंढ रही थी, आज मिली है। अरे बहुत लकी है तू, हमारे गांव में तो इंटरनेट ही नहीं है। अरे तुम्हें मालूम नहीं, अब ऑडियो बुक सुनने के लिए इंटरनेट की जरूरत नहीं है। नैप दिल्ली ने लॉन्च की है IVR बेस्ड ऑडियो बुक लाइब्रेरी श्रवण। इतनी लंबी किताब फोन पे कैसे पढ़ेंगे? अरे पॉज, रिवाइंड, नेक्स्ट पेज, नेक्स्ट चैप्टर जैसे बहुत से फीचर्स हैं वहाँ। अच्छा, तो मुझे कॉल कहाँ करना होगा? ये नंबर अपनी कॉन्टैक्ट लिस्ट में सेव कर ले, 08071175215। लाइब्रेरी की मेंबरशिप भी है कोई? हाँ, सिर्फ नैप दिल्ली की मेंबरशिप ही काफी है। इससे रिलेटेड अगर ज्यादा जानकारी चाहिए तो 8826261166 पर कॉल कर सकती हो। और हाँ, अपना डिसेबिलिटी सर्टिफिकेट रेडी रखना। थैंक्स फॉर द इन्फॉर्मेशन यार, फिर तो मुझे आज ही नैप दिल्ली की मेंबरशिप लेनी होगी। तो अगर आप भी IVR बेस्ड ऑडियो बुक लाइब्रेरी का लाभ उठाना चाहते हैं तो आज ही कॉल करें 08071175215।